ഇത് ചെങ്ങന്നൂരിന് സമീപം വെൺമണി ജംഗ്ഷൻ അരികെ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ ഒരു വീടാണ്. മസ്കറ്റിൽ ബിസിനസ്സുകാരനായ ജോൺ വി തോമസിനു വേണ്ടി കൊച്ചിയിലെ സേജ് ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിലെ ഡിസൈൻ ഹെഡ് ശ്രീ P.N. മോഹൻ രൂപകൽപ്പന ചെയ്ത വീട്. 15 സെന്റോളം വലിപ്പമുള്ള പ്ലോട്ടിൽ 2900 സ്ക്വയർ ഫൂട്ട് വിസ്തൃതിയിലാണ് ഇതിന്റെ നിർമ്മാണം. 4 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമായി ഡിസൈൻ ചെയ്ത ഒരു വീട് കൂടിയാണിത്. ഒപ്പം എക്സ്റ്റീരിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ കൗതുകകരമായ ഡിസൈൻ എലമെന്റുകൾ കൂടിയുള്ള ഒരു വീട്. ഈ വലിയ കാർ പോർച്ച്, അതിനപ്പുറം ഒരു സിറ്റൌട്ട് പോലെ ഒരുക്കിയ ഈ ഇടം, പിന്നെ ഈ എൻട്രി ഫോയറിന്റെ വലതോരത്തായി രൂപകൽപ്പന ചെയ്ത ഈ ഫോമൽ ലിവിംഗ് റൂം, ഫോയറിന്റെ തന്നെ ഇടതോരത്തായി രൂപകൽപ്പന ചെയ്ത ഈ മാസ്റ്റർ ബെഡ്റൂം, ഒരു സെന്റർ ഹാൾ എന്ന പോലെ രൂപകൽപ്പന ചെയ്ത ഈ ഡൈനിങ് റൂം, ഈ കിച്ചൺ, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരുക്കിയ ഈ ഗസ്റ്റ് ബെഡ്റൂം, ഈ അപ്പർ ലിവിംഗ് ഏരിയ, മുകൾ നിലയിൽ രൂപകൽപ്പന ചെയ്ത 2 കിടപ്പറകൾ, പിന്നെ ഈ ഫ്രണ്ട് സൈഡ് ബാൽക്കണി, ഇത്രയുമാണ് ഈ വീട്ടിലെ പ്രധാന സൗകര്യങ്ങൾ. ഈ വീട് മസ്കറ്റിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ജോൺ പി തോമസ് എന്ന അയാളുടെ വീടാണ്. ഇത് ഏകദേശം ഒരു 25 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ നമ്മുടെ വീട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു 10-15 സെൻറ്റിൽ ഉള്ളിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ബെഡ്റൂമിൻ്റെ വീടാണ് പുള്ളി ഉദ്ദേശിച്ചത്. 2 ബെഡ്റൂം താഴെ, 2 ബെഡ്റൂം മുകളിൽ, എല്ലാം അറ്റാച്ച്ഡ് ആയിരിക്കണം. പിന്നെ നല്ല എലിവേഷൻ ഫീച്ചേഴ്സ്, നല്ല എലിവേഷൻ ഉണ്ടായിരിക്കണം വീടിന്. വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ ഏത് കോണിൽ നിന്നാലും ആകർഷകമായി തോന്നുന്ന വിധത്തിലാണ് എക്സ്റ്റീരിയർ രൂപകൽപ്പന ചെയ്തത്. മെയിൻ റോഡിനെ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ മെയിൻ റോഡിനെ ഫേസ് ചെയ്ത് വീട് വരുമ്പോൾ എപ്പോഴും നമ്മൾ വീട് കുറച്ച് ദൂരം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ കാണാൻ എലിവേഷൻ വ്യൂ കിട്ടാവുന്ന രീതിയിൽ ഇതിൻ്റെ റൂമുകൾ ഫ്ലോർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പ്രത്യേകതര ആംഗിളിലാണ് റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൽ വരുമ്പോഴത്തേക്കും കുറേ ദൂരത്തേക്ക് ഈ വീടിൻ്റെ ആർക്കിടെക്ചറലായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എലിവേഷനിലേക്ക് നമ്മൾ കാണുന്ന സെൻറ്ററിലുള്ള ഏറ്റവും ടോപ്പിൽ ഹൈറ്റിലുള്ള ഡോമ്, സൈഡിലുള്ള റൂഫുകൾ, ചുറ്റുമുള്ള ബാൽക്കണി, ഫ്രണ്ടിലെ ബാൽക്കണി അടക്കം ഈ വീടിൻ്റെ എലിവേഷൻ ഫീച്ചേഴ്സ് ഏകദേശം 100% നമുക്ക് റോഡിലൂടെ വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട്. സിറ്റൌട്ടിന്റെ ഒത്ത മധ്യത്തിലായാണ് പ്രധാന വാതിൽ. മനോഹരമായ ഇരുപാളി കതക്. അത് തുറക്കുന്നത് ഒരു ഫോയറിലേക്കാണ്. വാതിൽ തുറന്നാൽ ആദ്യം കണ്ണിൽപ്പെടുക ഫോയറും അതിനപ്പുറത്തുള്ള സ്റ്റെയർകേസും പ്രെയർ ഏരിയയും മാത്രം. വീടിന്റെ മറ്റിടങ്ങളിലേക്കൊന്നും വിസിബിലിറ്റി കിട്ടാത്ത ഒരു ഡിസൈൻ സ്റ്റൈൽ കൂടിയാണിത്. ഈ ഫോയറിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടൊരു മുറിയിലേക്ക് നമ്മൾ കാണുന്നില്ല, മുറിയിലെ ഫർണിച്ചർ കാണുന്നില്ല, ആളുകൾ ഇരിക്കുന്നത് കാണുന്നില്ല. മാത്രമല്ല മെയിൻ ഡോറ് തുറന്ന് നമ്മൾ നോക്കുന്നത് തന്നെ ഈ ഫോയറിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് സ്റ്റെയർ സൈഡിൽ നിന്ന് കയറി പോകുന്നതും ക്രിസ്തുദേവൻ്റെ ഒരു നല്ലൊരു പിക്ചറും ലൈറ്റിങ്ങും അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയും കൂടെയാണ് നമ്മൾ ഡോറ് തുറന്ന് ആദ്യം കാണുന്നത്. 2 മുറിയിലേക്കും ഒരു വശത്ത് കയറി കഴിഞ്ഞാൽ ലിവിങ് റൂമാണ്, അടുത്ത വശത്ത് ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു ഡോറ് തുറന്ന് നോക്കുമ്പോൾ സാധാരണ മറ്റു മുറികളോ അല്ലെങ്കിൽ ഫർണിച്ചറോ അങ്ങനെയുള്ളത് കാണുന്നതിന് പകരം വീടിൻ്റെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ നേരിട്ട് നമ്മൾ ആര് വന്നാലും നോക്കുമ്പോൾ ഒരു മുറിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് കിച്ചണോ ബെഡ്റൂമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗത്തേക്ക് പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അത്രയും പ്രൈവസിയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നത് ഈ ഫോയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. ഈ എൻട്രി ഫോയറിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഫോമൽ ലിവിംഗ് ആയി, ഇടത്തോട്ട് തിരിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമും 2-3 സ്റ്റെപ്പുകൾ വച്ചാൽ മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർകേസായി, നേരെ പോയാൽ ഡൈനിങ്, കിച്ചൺ, പ്രെയർ ഏരിയ, ഗസ്റ്റ് ബെഡ്റൂം തുടങ്ങിയ ഏരിയകളുമായി. ആ അർത്ഥത്തിൽ ഇവിടുത്തെ ട്രാഫിക് ജംഗ്ഷൻ കൂടിയാണ് ഈ ഫോയർ. ഇത് ഈ വീടിൻ്റെ ലിവിംഗ് റൂമാണ്. മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ഡോറ് കൊടുത്തിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ്. സാധാരണ ലിവിംഗ് റൂം നമ്മൾ വീടിനകത്തുള്ള ഒരു റൂമിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്തിട്ടാണ് മറ്റു റൂമുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻകൺവീനിയൻസ് എന്ന് പറയുന്നത് വീട്ടിൽ ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ഫ്രീഡം നഷ്ടപ്പെടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പ്രൈവസി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ളവർക്ക്
ഡൈനിങ് റൂമിലേക്കോ മറ്റു മുറികളിലേക്കോ പോകുമ്പോൾ ലിവിംഗ് റൂമിലേക്ക് പ്രവേശിക്കേണ്ട കാര്യം വരുന്നില്ല. മാത്രമല്ല ഈ ലിവിംഗ് റൂം തന്നെ ഒരു പ്രത്യേക ആംഗിളിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ലിവിംഗ് റൂം ഇരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നേരിട്ട് ലിവിംഗ് റൂമിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വ്യൂ ഉണ്ട്. അത് കൂടാതെ തന്നെ ഏകദേശം ഒരു 3 വിൻഡോയാണ് ഈ ലിവിംഗ് റൂമിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 വിൻഡോയും ധാരാളം എയർ സർക്കുലേഷൻ നമുക്ക് ലിവിംഗ് റൂമിൽ തരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലിവിംഗ് റൂമിൻ്റെ എയർ സർക്കുലേഷന് വേണ്ടിയും അതുപോലെ തന്നെ പുറത്തേക്കുള്ള വ്യൂ, സാധാരണ പ്രധാനപ്പെട്ട റൂം എന്ന് പറയുന്നത് ലിവിംഗ് റൂം ആയതുകൊണ്ട് പുറത്തേക്കുള്ള വ്യൂ ശരിക്കും ഉണ്ട്. പുറത്തേക്കുള്ള വ്യൂ കിട്ടും, മാക്സിമം പ്രൈവസി ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇത് ഇത്തിരി വിശാലമായിട്ടുള്ളൊരു ലിവിംഗ് റൂമാണ്. എൻട്രി ഫോയറിന്റെ തൊട്ടു വലതുവശത്തായി പ്രത്യേകമായി ഒരു മുറിയായാണ് ഈ ലിവിംഗ് ഏരിയ ഒരുക്കിയത്. അതിനാൽ നല്ല പ്രൈവസി കൂടിയുണ്ട് ഈ മുറിക്ക്. ഇവിടെ ഇരുന്നാൽ വീടിന്റെ മറ്റു മുറികളോ ഡൈനിങ്, കിച്ചൺ തുടങ്ങിയ ഇടങ്ങളോ കണ്ണിൽപ്പെടില്ല. ഈ ലിവിംഗ് ഏരിയയുടെ തൊട്ടെതിർവശത്ത് ഫോയറിന്റെ അരികിലായി ഒരു ഡോർ നൽകിയിട്ടുണ്ട്. വുഡ് പാനലിംഗിന്റെ മധ്യത്തിലായി ഒരു ഡോർ. അത് തുറക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ ഫോയറിന്റെ ഈ സൈഡിൽ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ എൻട്രൻസ് വന്നിരിക്കുന്നത്. അതിന് കാരണം ഈ വീടിന്റെ കന്നിമൂല എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡിലാണ്. അപ്പോൾ ഈ ഫോയറിൽ ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഫോയറിൻ്റെ ഈ 2 വശവും പാനലിങ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് നമ്മൾ നേരിട്ടുള്ള എൻട്രൻസ് അറിയില്ല, പക്ഷെ അത് ഭംഗിയായിട്ട് നമ്മൾ ആ ഡോറ് തുറക്കുന്നതെന്ന് അറിയില്ലാത്ത രീതിയിൽ ഈ ഡോറ് കൊടുത്തു. മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുള്ളത്. അത് വാസ്തുവിശ്വാസം അനുസരിച്ച് കന്നിമൂലയ്ക്കാന്ന് പറയും. മാത്രമല്ല ഈ ഫ്രണ്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് ഇതിൻ്റെ ഒരു വിൻഡോ വഴി നമുക്ക് മെയിൻ റോഡിലേക്ക് വ്യൂ ഉണ്ട്. അപ്പോൾ മെയിൻ റോഡിൽ ഗേറ്റ് കിടന്ന് ആരെങ്കിലും വരുമ്പോഴും നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാനും കഴിയും. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂം ഒരു പ്രത്യേക ആംഗിളിലായിരിക്കുന്നത്. അതിന് എലിവേഷൻ്റെ ഓരോ ഫീച്ചറിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയിലേക്കും അത് ഉപകാരം വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ബെഡ്റൂമിനകത്ത് നമുക്ക് ആവശ്യത്തിന് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് 2 സൈഡിലും വലിയ വിൻഡോസ് ഉണ്ട്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ടും ഷെൽഫ് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് മുഴുവൻ ഷെൽഫ് ഉള്ളതുകൊണ്ട് ഇന്നത്തെ ഒരു ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ അനുസരിച്ച്, ഉപയോഗത്തിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് ഡ്രസ്സിങ്ങിന് ഏരിയ വളരെയധികം വേണം. അതിനുവേണ്ടി സൗകര്യത്തിനാണ് ഇത്രയും വലിയൊരു ഷെൽഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷെൽഫിൻ്റെ തന്നെ ഒരു അറ്റത്ത് വരുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് അതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയാം, അവിടെ നിന്നാണ് ഈ ഡ്രസ്സിങ് റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോയ്ലറ്റിലേക്ക് നേരിട്ടുള്ള ഒരു എൻട്രൻസ് ഇല്ല. ആ ഡ്രസ്സിംഗ് റൂമിൽ നമ്മൾ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് ടോയ്ലറ്റിലേക്ക് കഴിയാൻ കഴിയുള്ളൂ. അതിന് ഒരു പ്രത്യേക ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൽ വന്നിരിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ടോയ്ലറ്റിലേക്ക് ഒരു വ്യൂ വന്നു കഴിഞ്ഞാൽ അതൊരു നമുക്കൊരു ആലോരസം വരും. കാരണം ഒരു ഓഗ്വേർഡായിട്ടുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ആ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ഷെൽഫിൻ്റെ ഡിസൈൻ കൊടുക്കുമ്പോൾ ആ ഷെൽഫിൻ്റെ എൻഡിൽ തന്നെ ഇത്തരം ഡോറ് കൊടുത്തിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പ്രവേശിച്ചതിന് ശേഷം ടോയ്ലറ്റിൽ പോകുമ്പോൾ അതിൻ്റെ സൗകര്യം കുറച്ച് അധികം കിട്ടും. സ്പേഷ്യസ് ആയതും ഭംഗിയാർന്നതുമായ ഒരു കിടപ്പറയാണ് മാസ്റ്റർ ബെഡ്റൂം. ഒരു വശം മുഴുക്കെ വുഡൻ വാർഡ്രോബ്. അതിന് ഒരരികിലായി ഈ ഡ്രസ്സിംഗ് ഏരിയ. ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് എൻട്രി നൽകിയാണ് ബാത്ത് ആൻഡ് ടോയ്ലറ്റ് റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിലുള്ള അടുത്ത ഇടം ഈ ഡൈനിങ് ഏരിയയാണ്. വിശാലമായ ഒരു നടുത്തളത്തിൽ ഓപ്പൺ സ്റ്റൈൽ ഡിസൈനായാണ് ഊൺമുറി ഒരുക്കിയത്. ഡൈനിങ് റൂമിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. ഈ ഡൈനിങ് റൂമിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഡൈനിങ് റൂമിൽ നിന്നായിരിക്കും ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ മറ്റു റൂമുകളിലേക്കുള്ള എൻട്രൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ആ ഇൻകൺവീനിയൻസ് വരും. കാരണം നമുക്ക് ക്രോസ് പാസിംഗ് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ഫ്രീഡം നഷ്ടപ്പെടും നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഈ ഡൈനിങ് റൂമിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ആ കിച്ചനുമായിട്ടുള്ള പ്രോക്സിമിറ്റി മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് വേറൊരു മുറിയിലേക്കും വാതിൽ കൊടുത്തിട്ടില്ല. മാത്രമല്ല നമ്മൾ മെയിൻ ഡോർ കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു റൂമിലേക്ക് പാസ് ചെയ്യുമ്പോഴോ ഡൈനിങ് റൂമിലേക്കുള്ള ഡയറക്റ്റ് വ്യൂ കിട്ടില്ല. എങ്കിലും ഈ പ്രൈവസി നിലനിർത്തിക്കൊണ്ട് തന്നെ ധാരാളം ക്രോസ് വെന്റിലേഷൻ കിട്ടാവുന്ന രീതിയിലാണ് ഡൈനിങ് റൂമിൽ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മോയ്സ്ചറും സ്മെല്ലും ഒന്നും ഡൈനിങ് റൂമിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വശത്തേക്കും ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു വശത്തെ ചുമരാകെ ക്രോക്കറി ഷെൽഫുകളാണ്. അതിനിടയിലൂടെ ചില കിളിവാതിലുകൾ നൽകിയിട്ടുണ്ട്. അതുവഴി ഫുഡ് സെർവിംഗ് എളുപ്പമാണ്. ഡൈനിങ് ഏരിയയ്ക്ക് തൊട്ടരികെയാണ് കിച്ചൺ. പ്രത്യേകം ഒരു മുറിയായി തന്നെ രൂപകൽപ്പന ചെയ്തതിനാൽ നല്ല പ്രൈവസി കിച്ചണുമുണ്ട്. ഒരു വർക്കിംഗ് കിച്ചണും ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ വളരെ ആകർഷകമായ ഒരിടം
ഈ പ്രെയർ ഏരിയയാണ്. വീടിന്റെ എൻട്രി ഡോർ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും കണ്ണിൽപ്പെടുന്ന ഒരിടത്താണ് പൊസിഷൻ. അതിന് തൊട്ടപ്പുറമായാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ കിടപ്പറ. ഈ വീട്ടിലെ ആകർഷകമായ ഒരു ഡിസൈൻ എലമെന്റാണ് ഈ സ്റ്റെയർകേസ്. സർക്കുലർ ഷേപ്പ് ഡിസൈൻ സ്റ്റെയർകേസിന്റെ വിഷ്വൽ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്നത് അതിന് മുകളിലെ ഡൂം കൂടിയാണ്. നല്ല ഉയരത്തിൽ ധാരാളം ജാളികൾ കൂടി നൽകിയാണ് ഡൂം നിർമ്മിച്ചിരിക്കുന്നത്. പുറം കാഴ്ചയിൽ വീടിന്റെ മധ്യത്തിൽ കാണുന്ന ഈ നിർമ്മിതിയാണ് ഡൂം. ഇതിനു ചുറ്റുമുള്ള ജാളികൾ വീട്ടിനുള്ളിലെ ചൂടുവായുവിനെ ഒരു ഫർണസ് എന്ന പോലെ വലിച്ചെടുത്ത് പുറത്തു കളയും. അതുവഴി വീടിനകം നല്ല കുളിർമയുള്ളതാവുകയും ചെയ്യും. ഈ വീടിന്റെ സ്റ്റെയർ കേസിന് വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്, സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം സെൻട്രലൈസ് ചെയ്താണ് ആ സ്റ്റെയർ കേസ് റൗണ്ട് ഷേപ്പിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ മുറികളിലേക്ക് പോകാൻ, മുകളിലുള്ള 2 ബെഡ്റൂമിലേക്കും അപ്പർ ലിവിങ്ങിലേക്കും ടെറസിലേക്കും പോകാനായിട്ട് ഈ സ്റ്റെയർ കേസ് കയറി റൗണ്ട് ഷേപ്പിൽ പോകുന്നതുകൊണ്ട് വളരെ സൗകര്യമാണ്. കാരണം കുറഞ്ഞ ഡിസ്റ്റൻസിൽ ആണ് നമ്മൾ ഈ പാസേജ് വരുന്നുള്ളൂ, കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നില്ല. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജാണ് ഈ സ്റ്റെയർ കേസ് കൊണ്ടുള്ളത്. മാത്രമല്ല ഈ സെൻട്രലൈസ് ചെയ്ത് ഇപ്പോൾ മെയിൻ ഡോർ കടന്ന് വരുമ്പോൾ ഒരു കാണാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഏരിയ കൂടിയാണ് ഈ സ്റ്റെയർ കേസിൻ്റെ ഏരിയ. ഇതിൻ്റെ റൗണ്ട് ഷേപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡോം എയർ സർക്കുലേഷന് വേണ്ടി ഒരു പ്രൊവിഷൻ കൂടിയാണ്. അത് എലിവേഷനിൽ വളരെയധികം മനോഹാരിതമായിട്ടുള്ളൊരു കാഴ്ചയാണത് പുറത്തുനിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അതുകൂടി നമ്മൾ ഈ സ്റ്റെയർ കേസ് റൂം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തുന്ന ഇടം ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. അവിടെ നിന്ന് വീണ്ടും മൂവ് ചെയ്താൽ മുകൾ നിലയിലെ 2 കിടപ്പറകളായി. അതിലൊന്ന് ഇതാണ്. മുകൾ നിലയിലെ അടുത്ത കിടപ്പറ ഇതാണ്. പുറം കാഴ്ചയിൽ കാർപോർച്ചിന്റെ റൂഫ് ടോപ്പായി കാണുന്ന ഈ ഭാഗം ഒരു ബാൽക്കണി സ്പേസായി കൂടി പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഔട്ട്സൈഡ് സിറ്റിംഗ് ഏരിയ, നല്ല പ്രൈവസി നൽകി ഒരു വീട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നതിന് നല്ലൊരു മാതൃകയാണ് ഈ വീട്. ഒപ്പം ആകർഷകമായ എക്സ്റ്റീരിയർ കൂടിയാകുമ്പോൾ ഏറെ ഹൃദ്യമായി തോന്നുന്ന ഒരു വീട്.